ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ രാഹുൽ ഗാന്ധി. അമേഠിയിൽ മത്സരിക്കണമോ എന്ന് പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കുമെന്ന് രാഹുൽ പറഞ്ഞു. ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും രാഹുൽ പ്രതികരിച്ചു. अमेठी के बाद कांग्रेस का डिसीजन है, जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा. सीईसी मीटिंग हमारी पार्टी में सीईसी मीटिंग्स में ये डिसीजन लिए जाते हैं. റായ്ബറേലിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ, അമേഠി, റായ്ബറേലി ഇതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ബന്ധമുള്ള മണ്ഡലങ്ങൾ കൂടിയാണ്. എന്താണ് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ ഇത്ര അനിശ്ചിതത്വം? ഇന്നിപ്പോൾ സാധ്യത രാഹുൽ ഗാന്ധി തള്ളുന്നില്ല അദ്ദേഹം, പക്ഷേ ഒരു ഉറപ്പ് പറയുന്നില്ല. ഞാൻ അമേഠിയിൽ മത്സരിക്കുമെന്നൊരു ഉറപ്പ് അദ്ദേഹം പറയുന്നുമില്ല. റോബർട്ട് വദ്രയുടെ ഉൾപ്പെടെയുള്ള പേരുകൾ നമ്മളവിടെ പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നു. എന്താണിപ്പോൾ അമേഠിയും റായ്ബറേലിയും കേന്ദ്രീകരിച്ച് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾ? വിനീത, അമേഠിയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഇന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ അദ്ദേഹം അത് തള്ളിയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇതിൽ തീരുമാനം എടുക്കും എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ അമേഠിയിൽ മത്സരരംഗത്തേക്ക് ഉണ്ടാകും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഒരുപക്ഷെ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അമേഠിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് പങ്കുവച്ചിരിക്കുന്നത്. അതേ ആവശ്യം രാഹുൽ ഗാന്ധിക്ക് മുന്നിലും ഒപ്പം ദേശീയ നേതൃത്വത്തിന് മുന്നിലും നേതാക്കൾ വെച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റു നേതാവിനെ പോലും അങ്ങോട്ട് ഇതുവരെ സജീവമായി ചർച്ച ചെയ്ത പശ്ചാത്തലം കൂടി അമേഠിയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഒരു ഘട്ടത്തിൽ പവൻകേര ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞെങ്കിൽ പോലും സജീവ ചർച്ചകളിലേക്കൊന്നും അത് കൊണ്ടുപോയില്ല കോൺഗ്രസ് എന്ന് പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും എന്നാണ് ചില കൂടുതൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരികയും ചെയ്യുന്നത്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ അമേഠിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കാതെ തന്നെ ഒരു സൂചനയാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ അമേഠിയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയേക്കും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയങ്കാന്തിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര അടക്കം അമേഠിയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനോടൊന്നും ഒരു അനുകൂല നിലപാട് കോൺഗ്രസ് പാർട്ടി ഇതുവരെ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി കൂടി ഇത്തരത്തിൽ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകാതിരിക്കുകയും കൂടി ചെയ്തത്. അതേസമയം റായ്ബറേലിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഇപ്പോഴും ചർച്ചകളും ഒപ്പം അനിശ്ചിതത്വം തുടരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയങ്കാന്തി അവിടെ മത്സരിക്കണമെന്നൊരു ആവശ്യം PCCക്കും ഒപ്പം ദേശീയ നേതൃത്വത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രിയങ്കാന്തി അവിടെ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രിയങ്ക മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പ്രിയങ്കയുമായി ബന്ധപ്പെട്ട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും അമേഠിയിലും റായ്ബറേലിയിലും 5ാം ഘട്ടത്തിൽ, അതായത് മെയ് 20-നാണ് വോട്ടെടുപ്പ്. അതുകൊണ്ട് ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മിക്കവാറും കേരളം കഴിയുമ്പോൾ തന്നെ അക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനീത, ശരി. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.